മടങ്ങിയെത്താം. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ലക്ഷ്യം അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. അല്ല മോശം ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ എന്ത് നാടകം? പ്ലീസ് പ്ലീസ് നിങ്ങൾ അദ്ദേഹത്തെ ശല്യം ചെയ്യണം. നാടകം കുറച്ചു പേർക്ക് വൈഫില്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി വൈകിയെന്നുള്ളൂ. ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു. ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ച് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജാമ്യ ഉത്തരവ് വൈകി എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം തന്നെ പറയുന്നുണ്ട് അവിടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും ഈ ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള അങ്ങനെ വിഷമിക്കുന്ന കുറെ പേർ അദ്ദേഹത്തോട് പരാതി പറയാൻ എത്തി. അപ്പോൾ അവരുടെ പരാതിയൊക്കെ കേട്ട് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി നിന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമ്മൾ കണ്ടു തന്നെ അറിയണം. അതായത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അങ്ങനെ തുടരാൻ കഴിയുമോ എന്നുള്ളത് കാര്യം. ഡാനി, ഇത് ഇപ്പം ഇതും ഒരു PR ആക്ടിവിറ്റി ആക്കാൻ ഒരു ചെറിയ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് പണി കിട്ടുമെന്ന് രണ്ടാമത്തെ വാചകത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ശ്രീജ. കാരണം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കോടതി കേസ് പരിഗണിക്കും മുൻപ് തന്നെ വളരെ തിരക്കിട്ടായിരുന്നു ഇവിടേക്കുള്ള ഈ ഒരു രണ്ടാമത്തെ ഈ ദിവസത്തിലേക്കുള്ള ഈ വരവ് എന്ന് തന്നെ പറയാം. കാരണം വളരെ പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് സ്റ്റാഫ് ഓടി ചെല്ലുകയായിരുന്നു. അതിനകത്തേക്ക് ജയിലിനകത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം രേഖകളെല്ലാം കൈമാറി അങ്ങോട്ട് ചെന്ന് വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരാകട്ടെ അതിനകത്തുനിന്ന് ഏതാണ്ട് ജയിലിനകത്തുനിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. അതോടൊപ്പം ഇവിടെ വിട്ടു പോകുന്നു എന്നതാണ്. കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നു, സ്വമേധയാ ഈ കേസ് പരിഗണിക്കുന്നു എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഈ നടപടികൾ ഇന്ന് നിമിഷം കൊണ്ട് പൂർത്തീകരിച്ചത്. കാരണം അതല്ല എങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ എത്തുകയാണെങ്കിൽ അത് വീണ്ടും തിരിച്ചടിയാകും. അതുകൊണ്ട് ജയിലിനകത്തുനിന്ന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഇതിന് ബോബി ചെമ്മണ്ണൂർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇന്നലെ താൻ പുറത്തിറങ്ങാതിരുന്നത് അതൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനം തന്നെയായിരുന്നു എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. പല ചെറിയ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഇതിനകത്ത് കഴിയുകയായിരുന്നു. അങ്ങനെ അവർക്കൊരു ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു താനകത്ത് തുടർന്നത്. മറിച്ച് ഒരു PR ആക്ടിവിറ്റി കാര്യങ്ങൾ അത്ര ഇതൊരു നാടകമായിരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് എന്ത് നാടകം, അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും ശ്രീജ, അതിൽ ഒറ്റ കാര്യം ഉറപ്പിക്കാം. കാരണം ഇന്നലെ 3:30 കഴിയുന്നതോടുകൂടി കോടതി നടപടികളും പ്രൊസീജിയും കാര്യങ്ങളും എല്ലാം തന്നെ വേഗത്തിലായിരുന്നു. അത്തരം കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് കാക്കനാട് എത്തുക എന്നത് ഇന്നലെ സാധ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്ന് തന്നെയാണ്. അതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറയുന്ന ഒരു കാര്യം മറ്റൊന്നാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന്റെ ഒരു ബൈറ്റ് അല്പസമയം മുമ്പ് നമ്മളത് എടുക്കുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ രേഖകൾ കിട്ടാൻ കോടതി നടപടികൾ കഴിഞ്ഞ് രേഖകൾ കിട്ടാൻ വൈകിയത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവിടേക്ക് എത്താതിരുന്നത്. അങ്ങനെ ഒരു അനധികൃതമായി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ട, അത് അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരാതിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് താൻ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനകത്ത് തുടർന്നതെന്നും പറയുന്നു. എന്തായാലും കോടതി ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്ത് നടപടിയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നറിയാം.
നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു, അത് കാക്കനാട് ജയിലാണ്, റിസോർട്ടല്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി പോകാനോ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങാനോ പറ്റില്ല. മാത്രമല്ല, നാടകം നമുക്ക് സ്റ്റേജിൽ കളിക്കാം, പക്ഷേ കോടതിക്ക് മുന്നിലും അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം നിമിഷങ്ങൾക്കകം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയത്.